നമസ്കാരം. ഇപ്പോൾ ഏറ്റവും പുതിയ CBI അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് വാളയാർ കേസിൽ. വാളയാർ കേസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ CPMലെ സമുന്നതരായ നേതാക്കന്മാർ ബലാത്സംഗം ചെയ്തു, പിന്നെ കെട്ടിത്തൂക്കി എന്നുള്ളതാണ്. ഇതിനെതിരെ അവരുടെ അമ്മ തന്നെയാണ് പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൽ വിശദമായ അന്വേഷണം CBI നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CBI കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്വന്തം അമ്മ, രണ്ട് കുട്ടികളുടെ അമ്മ, തൂക്കിക്കൊന്നു എന്ന് പറയുന്ന രണ്ട് കുട്ടികളുടെ അമ്മ തന്നെ കുട്ടികളെ ഇത്തരത്തിൽ CPMലെ ഈ നേതാക്കന്മാർക്ക് സെക്ഷലി ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വസ്തുത. അതോടൊപ്പം തന്നെ അമ്മ ഈ പറയുന്ന നേതാക്കന്മാരുമായി സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ. ഇത്തരം ഞെട്ടിക്കുന്ന, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വൈകൃതങ്ങൾ നിറഞ്ഞ ഒരു റിപ്പോർട്ട് CBI ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും CBI അല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് മൂക്കത്ത് വിരൽ വെച്ച് പോകും. കാരണം CBI പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടില്ലല്ലോ എന്നൊക്കെയാണല്ലോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം CBI ഡയറക്കുറിപ്പ് എന്ന സിനിമ കണ്ട് CBIയെക്കുറിച്ച് നമ്മൾ അത്രമാത്രം ബഹുമാനത്തോടു കൂടി മാത്രമാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രീമിയർ കുറ്റാന്വേഷണ ഏജൻസിയാണ് CBI. അങ്ങനെ CBI ഡയറക്ടറിപ്പിലെ സേതുരാമയ്യരെ കണ്ട്, അതിലെ അന്വേഷണത്തെ കണ്ട്, CBI തെളിയിക്കുന്ന രീതിയെ കണ്ട് നമ്മുടെ മനസ്സിലും നമ്മൾ ചിന്തിക്കുക ഈ CBI ഫയൽ ചെയ്ത റിപ്പോർട്ട് സത്യമാണെന്നാണ്. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എൻ്റെ അനുഭവം തന്നെയാണ്. കേരളത്തിൽ CBIയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത് കവിയൂർ സെക്സ് റാക്കറ്റിലാണ്. കവിയൂർ സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കിളിരൂർ സെക്സ് റാക്കറ്റുകളാണ്. കിളിരൂർ സെക്സ് റാക്കറ്റും കവിയൂർ സെക്സ് റാക്കറ്റും ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഇളക്കിമറിച്ച സംഭവങ്ങളാണ്. 2004 സെപ്റ്റംബർ 27 രാത്രിയാണ് കവിയൂരിലെ മഹാദേവ ടെമ്പിളിലെ പൂജാരിയായ നാരായണൻ നമ്പൂതിരിയും അതേപോലെ 5 അംഗ കുടുംബവും ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത കാട്ടുതീ പോലെ പടരുന്നത്. ആ കാട്ടുതീ പടരുന്നതിന് കാരണമായി പോലീസ് ഉടനെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ആത്മഹത്യ ആണെന്നാണ്. അങ്ങനെ കവിയൂർ തിരുവല്ല പോലീസാണ് ഇതൊരു കേസെടുത്തത്. കേസെടുക്കുന്നതിന് ആസ്പദമായിട്ടുള്ള കാര്യം 2004 സെപ്റ്റംബർ 28 പുലർച്ചയ്ക്ക് മഹാദേവ ടെമ്പിളിലെ പൂജാരിയായ നാരായണ നമ്പൂരി കൃത്യസമയത്ത് അമ്പലത്തിൽ വരാതെ വന്നപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ നാരായണ നമ്പൂതിരിയെ അന്വേഷിച്ചു വരികയാണ്. വന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ട്. അനഘ ജ്യോതിശാലയം എന്നാണ് ആ വീടിൻ്റെ പേര്. അവിടെ ജ്യോതിശാലയം നടത്തിയിരുന്നു നാരായണ നമ്പൂതിരി. നാരായണ നമ്പൂതിരിയുടെ മകളാണ് അനഘ. 15 വയസ്സുകാരി, നർത്തകിയും സുന്ദരിയുമാണ്. കാണാൻ അതീവ സുന്ദരിയും സാധാരണ 15 വയസ്സിലുള്ള വളർച്ചയേക്കാൾ കൂടുതൽ വളർച്ചയുള്ള പെൺകുട്ടിയായിരുന്നു. കണ്ണൂർ മയ്യിൽ സ്വദേശിയാണ് നാരായണ നമ്പൂതിരി. അവിടെ നിന്ന് തന്നെയാണ് ശോഭ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിൽ 3 മക്കളാണുള്ളത്. ഒന്ന് അനഘയും പിന്നെ 2 കുട്ടികളും, താഴെ 9 വയസ്സും 4 വയസ്സുള്ള 2 കുട്ടികൾ. ഇവർ അനഘ ജ്യോതിശാലയം എന്ന് പറയുന്ന ജ്യോതിശാലയവും നടത്തി, അതേപോലെ തന്നെ ഈ മഹാദേവ ടെമ്പിളിലെ പൂജാ കർമ്മങ്ങളും നടത്തി ആർക്കും ഒരു ഉപദ്രവമില്ലാതെ സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ലതാ നായർ എന്ന് പറയുന്ന സ്ത്രീ വരുന്നത്, ജ്യോതിശാലയത്തിൽ വരുന്നത്. ഈ ജ്യോതിശാലയത്തിൽ വരികയും ജ്യോതിഷത്തിലൊക്കെ പല കാര്യങ്ങൾക്കും പ്രശ്നം വെപ്പിക്കുകയും അവസാനം ആ കുടുംബവുമായി നല്ല ബന്ധം ഉണ്ടായി. ഇതിനിടെ ഈ ജ്യോതിശാലയത്തിൽ വന്ന പിമ്പായ ലതാ നായർക്ക് ഈ പറയുന്ന അനഘയിൽ കണ്ണുവയ്ക്കുകയും പിന്നെ അനഘയുമായി പെട്ടെന്ന് കമ്പനിയാവുകയും അനഘയെ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാം, അല്ല അമ്പലത്തിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തേയും കൊണ്ടുപോയി. നാരായണ നമ്പൂതിരിയുമായി നല്ല ബന്ധത്തിൽ സ്ഥാപിച്ച
ലതാ നായരുടെ ഉദ്ദേശം നാരായണ നമ്പൂതിരിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ലതാ നായർ ഈ ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ കിളിരൂർ കേസിൽ എന്നെ പിടിക്കാൻ വേണ്ടി പോലീസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്, അനഘ ജ്യോതിശാലയത്തിൽ വരുന്നത്. ഈ കിളിരൂർ കേസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും വിവാദം നിറഞ്ഞ ഒരു സംഭവമാണ്. ശാരി എന്ന് പറയുന്ന പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി, പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയെ പ്രസവിച്ച ഒരു കേസാണ്. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും മെഡിക്കൽ കോളേജ് വെച്ചാണ് ഈ കുട്ടിയെ പ്രസവിച്ച് പ്രായം തികയാത്ത കുട്ടിയെ പ്രസവിക്കുകയും അമ്മ മരിക്കുകയും ചെയ്തത്. അത് ഏറെ വിവാദമായിരുന്നു. ഈ കുട്ടി ശാരിയെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞ് പല പ്രമുഖർക്കും കാഴ്ചവെക്കുകയും കോട്ടയത്തെ സിനിമ അവിടെ ബ്യൂട്ടീഷ്യൻ കോൺടെസ്റ്റിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഇതായിരുന്നു ശാരിയെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള BJPയിലെ ചില നേതാക്കന്മാരാണ് ആദ്യം കൊണ്ടുപോയതെങ്കിലും പിന്നീട് ഇത് CPMൻ്റെ പ്രമുഖരായ നേതാക്കന്മാർക്കും പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അന്വേഷണം പോയി എത്തിപ്പെട്ടത് നമ്മുടെ കോട്ടയത്ത് കുട്ടനാട്ട് ഒരു പ്രമുഖ NCP നേതാവിൻ്റെ റിസോർട്ടിലാണ്. അങ്ങനെയുള്ള ആ സംഭവത്തിൽ ശാരി മരണപ്പെടുകയും ഇതിനെതിരെ പീഡനത്തിന്, അതായത് ബലാത്സംഗത്തിന്, പെൺവാണിഭത്തിന് പലർക്കെതിരെയും കേസെടുത്തോടുകൂടി പിമ്പായ ലതാ നായർ ഒളിവിൽ പോയി. ഇത് വലിയ വാർത്തയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ലതാ നായർ നാരായണ നമ്പൂതിരിയുടെ വീട്ടിൽ വരുന്നത്. നാരായണ നമ്പൂതിരിയുടെ വീട്ടിൽ വന്ന് കൃത്യമായി നാരായണ നമ്പൂതിരിയുടെ 2 ദിവസമാണ് താമസിച്ചത്. 2 ദിവസം താമസിച്ച ശേഷം അവർ നേരെ സ്വന്തം മകൾ ഈറോഡിൽ പഠിക്കുകയാണ്, അവിടേക്ക് ട്രെയിൻ കയറ്റി അയച്ചു. ഈ ട്രെയിൻ കയറ്റി അയക്കാൻ കൊണ്ടുപോയപ്പോൾ വാഹനത്തിലുള്ള ഡ്രൈവർ ലതാ നായരെ മനസ്സിലാക്കുകയും അവിടെയുള്ള നാട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തതോടുകൂടി അവിടെ വലിയ പബ്ലിസിറ്റി ആയി. ഈ പബ്ലിസിറ്റി ആയതോടുകൂടി ഇത് പോലീസിലെത്തുന്നു. ഈ പോലീസിലെത്തുന്നതോട് കൂടിയിട്ടാണ് ഈ പ്രശ്നം വലിയ ഇഷ്യൂ ആവുകയും അവിടെ നാട്ടുകാരൊക്കെ ഇത് അറിയുകയും ചെയ്തത്. ഈ സന്ദർഭത്തിലാണ് 2007 സെപ്റ്റംബർ 28 പുലർച്ചയ്ക്ക് ഈ അമ്പലത്തിൽ നിന്ന് ഈ നാരായണ നമ്പൂതിരിയെ കാണാതെ ഈ വീട്ടിൽ അവിടെ നിന്നുള്ള ജീവനക്കാരൻ പൂജാകർമ്മങ്ങൾക്ക് കൃത്യമായി എത്തിയില്ലെങ്കിൽ അമ്പലത്തിൽ പൂജാകർമ്മങ്ങൾ മുടങ്ങുമെന്ന അവസ്ഥയിൽ ജ്യോതിശാലയത്തിലെത്തുന്നത്. ഇവിടെ വന്ന് വാതിലിന് പൂട്ടിയിരുന്നു. വാതിലിന് അകത്തുനിന്ന് പൂട്ടിയതാണ്. തട്ടിയും മുട്ടിയിട്ടൊന്നും അത് അനങ്ങുന്നില്ല. തുടർന്നാണ് തൊട്ടടുത്ത വീട്ടുകാരെയൊക്കെ വിളിച്ച് ജനവാതിൽ പാളി തുറന്ന് കിടക്കുകയായിരുന്നു. അത് പിടിച്ച് തുറന്നപ്പോൾ കണ്ടത് നാരായണ നമ്പൂതിരി തൂങ്ങിക്കിടക്കുന്നു. താഴെ ഭാര്യ ശോഭ കട്ടിലിൽ കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു. തൊട്ടടുത്ത് 2 ചെറിയ കുട്ടികളും മരിച്ചു കിടക്കുന്നു. ഉടൻ തന്നെ പോലീസ് അറിയിക്കുന്നു. തിരുവല്ല CI ആയിരുന്ന സുനിൽ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ പോലീസ് എത്തുന്നു. പിന്നിലത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് പ്രവേശിക്കുന്നു. അവിടെ ചെന്ന് കണ്ട കാര്യങ്ങൾ ഈ 3 ഈ നാരായണ നമ്പൂതിരി തൂങ്ങിക്കിടക്കുന്നു, താഴെ ശോഭ എന്ന് പറയുന്ന ഭാര്യ മരിച്ചു കിടക്കുന്നു, 2 ചെറിയ കുട്ടികൾ മരിച്ചു കിടക്കുന്നു. അടുത്ത റൂമിൽ സുന്ദരിയും സുശീലയും അതേപോലെ നർത്തകിയുമായ ഗോതമ്പിൻ്റെ നിറമുള്ള അനഘയും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഈ ഞെട്ടിക്കുന്ന രംഗം കണ്ടതോടെ പെട്ടെന്ന് ഇത് കാട്ടുതീ പോലെ പടർന്നു. ഇവരെ ഉടൻ തന്നെ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാടുകയും ചെയ്തു. ഇതുവരെ മയ്യിൽ സ്വദേശിയാണ്. അവിടെ നിന്ന് കുടുംബം വരാൻ വേണ്ടി ഇൻഫർമേഷൻ കൊടുത്തു. ഈ നാരായണ നമ്പൂതിരിയുടെ സഹോദരനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും അമ്മയും അവിടെ നിന്ന് വരികയും ചെയ്തു. ഈ പിറ്റേ ദിവസമാണ് വാർത്ത വരുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം 29 നമ്മുടെ ശ്രീമതി ടീച്ചർ രംഗപ്രവേശം ചെയ്യണം. ശ്രീമതി ടീച്ചർ രംഗപ്രവേശം ചെയ്ത് അവർ തിരുവല്ലയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ വിചിത്രമായ ചില കാര്യങ്ങൾ വന്നതോടുകൂടിയിട്ടാണ് ഇത് വിവാദമാകുന്നത്, ക്രൈമിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അന്ന് ഏത് വാർത്തകൾ എവിടെ എന്ത് നടന്നാലും ക്രൈമിൻ്റെ ലേഖകന്മാർ അവിടെ എത്തുകയും കൃത്യമായി അന്വേഷണം നടത്തുകയും അതിൻ്റെ പിന്നിലെ യഥാർത്ഥ വസ്തുക്കളെല്ലാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. നമുക്കറിയാം ഐസ്ക്രീം പാർലർ പെൺവാണിഭം, ശോഭന ജോർജിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വ്യാജരേഖ കേസ്, അതേപോലെ അഭയ കേസിലെ ക്രൈമാണ് ആദ്യമായിട്ട് അതിലെ പ്രതികളെ ഫോട്ടോ കൊടുത്ത് ഇവരാണ് കൊലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് 1998 വലിയ വിവാദം ഉണ്ടാക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത്. 1997
നമ്മുടെ ഐസ്ക്രീം പാർലർ പെൺവാണിഭം കൊണ്ടുവരികയും 1999 ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ സുപ്രധാനമായ കല്ലട സുകുമാരൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. അതിലാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്ന വാർത്ത കൊണ്ടുവന്നത്. അതിലാണ് പി ശശി 1 കോടി രൂപ വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ള വാർത്തയും കൊണ്ടുവരുന്നത്. അതിനെതിരെ പി ശശി കേസൊക്കെ നോട്ടീസ് അയച്ചെങ്കിലും കേസ് ഫയൽ ചെയ്യാൻ വെല്ലുവിളിച്ചെങ്കിലും അതിന് അദ്ദേഹം തയ്യാറായില്ല. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രസിദ്ധമായ ക്രൈം 2004 സെപ്റ്റംബർ 29 ശ്രീമതി ടീച്ചറുടെ പത്രസമ്മേളനത്തിലെ വാർത്ത പുറത്തു വന്നു. അവർ പറഞ്ഞത് ഇത് ആത്മഹത്യയാണ്, അനഘ എന്ന് പറയുന്ന പെൺകുട്ടി കന്യകയാണെന്നുള്ള വാർത്തയാണ് 2004 സെപ്റ്റംബർ 30 എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ട് കണ്ടതോടുകൂടി ഇന്നത്തെ മാതിരി അന്ന് TV ചാനലിലും ഇത് വലിയ വാർത്തയായി വന്നു. ഇത് വന്നതോട് കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നതും അന്വേഷണത്തിന് വേണ്ടി തയ്യാറാവുന്നതും. അങ്ങനെ ഈ കാര്യത്തിൽ ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ശ്രീമതി ടീച്ചർ നടത്തിയ പ്രസ്താവനയിൽ ചില ദുരൂഹതകളുണ്ട്. ഒന്ന്, ശ്രീമതി ടീച്ചർക്ക് എങ്ങനെയാണ് അറിയുക ആ കുട്ടി കന്യകയാണെന്ന് അറിയുക? അനഘ എന്ന് പറയുന്ന പെൺകുട്ടി കന്യകയാണെന്ന് ശ്രീമതി ടീച്ചർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവരന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെയാണെങ്കിലും അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? മാത്രമല്ല, ഈ പറയുന്ന നാരായണൻ നമ്പൂതിരിയും കുടുംബവും ആത്മഹത്യ ചെയ്തു എന്നും അവർ പറഞ്ഞു. അതെങ്ങനെയാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നാട്ടിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെയെല്ലാം എത്തിപ്പെട്ട് അതിനെതിരെ വലിയ തോതിൽ പ്രസ്താവന ഇറക്കുന്ന, അതിന് അന്വേഷണം വേണമെന്ന് പറയുന്ന അവർ ഈ പറയുന്ന അനഘയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര താല്പര്യം? മാത്രമല്ല, ഈ കുടുംബം ഇവിടെ ആത്മഹത്യ ചെയ്തു എന്ന് എങ്ങനെയാണ് പറയുക? ഈ പറയുന്നതിൽ നിന്നാണ് എൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പറയുന്ന ശ്രീമതി ടീച്ചർ അന്നേ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും തൻ്റെ ഔദ്യോഗിക പദവികളെല്ലാം ദുരുപയോഗം ചെയ്ത് പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം അവിടെ പോയി നിർബന്ധിച്ച് ഈ പോസ്റ്റ്മോർട്ടം യാതൊരു കുഴപ്പവുമില്ല, ഇതൊരു ആത്മഹത്യയാണ് എന്ന് ചിത്രീകരിക്കാനും ഈ കുട്ടി കന്യകയാണെന്നും വരുത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും അവിടെയുള്ള ഡോക്ടർമാർ, ഫോറൻസിക് ഡോക്ടർമാർ അത്തരം കാര്യങ്ങളിൽ തയ്യാറായില്ല. അവർ കൃത്യമായി തന്നെ ആദ്യം കണ്ടെത്തിയത് നാരായണ നമ്പൂതിരി മദ്യവും കഴിച്ചിട്ടുണ്ട്, വിഷവും കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. അത് ഹാങ്ങിങ് ആൻഡ് പോയ്സൺ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയത്. എന്നാൽ പിന്നീട് പുറത്ത് വിട്ടത് ഈ ശ്രീമതി ടീച്ചറുടെ നിർബന്ധത്തിന് വഴങ്ങിയും സ്വാധീനത്തിന് വഴങ്ങിയും അവർ പുറത്തുവിട്ടത് ഹാങ്ങിങ് എന്നായിരുന്നു. കൂടാതെ ഈ കുട്ടി കന്യകയാണ് എന്ന് പറയുന്ന സംഭവം ആദ്യം തന്നെ പൊളിച്ചു. ഈ കുട്ടി കന്യാചർമ്മങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ടെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയുണ്ടായി. മാത്രമല്ല, ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു ഈ കൊലപാതക മരണസമയത്ത് എന്നുള്ള വാർത്തകളും വന്നു. ഈ കുടുംബത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി എത്രയും വേഗം മയ്യിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തു, അവിടെ നിന്ന് ആ ബോഡി വേഗത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ വിട്ടുകൊടുക്കുകയും എത്രയും വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടോളാൻ പറയുകയും മയിൽ ചെന്ന് വേഗം കത്തിച്ച് കളയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ അപ്പോൾ തന്നെ സാവിത്രി അന്തർജനം എന്ന് പറയുന്ന നാരായണൻ നമ്പൂതിരിയുടെ അമ്മയും അതേപോലെ സഹോദരനും അവരുടെ ബന്ധുക്കളുമെല്ലാം ഈ ബോഡിയുമായി നേരെ മയ്യലേക്ക് പോയി അവിടെ ബോഡി പെട്ടെന്ന് കത്തിച്ച് കളയുകയും ചെയ്തു. മയ്യൽ എന്ന് പറയുന്ന എവിടെയാണ്? നമ്മുടെ ശ്രീമതി ടീച്ചറുടെ വീടിൻ്റെ അടുത്താണ്, കണ്ണൂർ. എന്നാൽ ശ്രീമതി ടീച്ചറോ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാരോ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഈ സംഭവത്തെ തുടർന്നാണ് ക്രൈം അന്വേഷണം ആരംഭിക്കുന്നത്. ശരിക്കും അന്വേഷണത്തിൽ ഈ ദുരൂഹതകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ ലതാ നായർ സ്കെളിയൂർ കേസിൽ അവർക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹർജി പരിഗണിക്കുന്നത്. അതിലുള്ള മറ്റു പ്രതികൾക്കും വേണ്ടി ഹർജി പരിഗണിക്കുന്നത്. ഹർജി പരിഗണിച്ചപ്പോൾ അവിടെ ഒരു കത്ത് വരികയുണ്ടായി. അനഘയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ആണ് കത്തയക്കുന്നത് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേസ് അട്ടിമറിക്കപ്പെടും, ഇത് യഥാർത്ഥ സംഭവം ഈ നാരായണ നമ്പൂതിരിയും കുടുംബവും കൊന്നതാണ്, അനഘ ബലാത്സംഗം ചെയ്യപ്പെട്ടതാണ്, ശാരി ബലാത്സംഗം ചെയ്യപ്പെട്ടതാണ്, അനഘയെ നാരായണൻ നമ്പൂതിരിയുടെ മകൾ അനഘയെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും MA ബേബിയുടെ മകനും അശോകും അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോയ് ആലിക്കാസും
കൂടാതെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഈ 5 ഫിംഗേഴ്സ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും ചേർന്ന് ആ സിനിമയിൽ പലർക്കും കാഴ്ചവെക്കുകയും ഈ കുട്ടിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്തു. ഈ കേസ് അന്വേഷണം എവിടെയും എത്തുകയില്ല, ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കത്ത് വന്നത്. അനഘയുടെ സുഹൃത്ത് എന്ന് വന്ന കത്ത് അന്നത്തെ ഹൈക്കോടതി ജഡ്ജ് വളരെ ഗൗരവമായി കാണുകയും ഹൈക്കോടതി ജഡ്ജ് അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ DIG ശ്രീലയ്ക്ക് കൈമാറും ചെയ്തു. ഈ കേസ് വന്ന ഉടൻ തന്നെ ഉമ്മൻചാണ്ടി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കിളിരൂർ കേസിൻ്റെയും കവിയൂർ കേസിൻ്റെയും അന്വേഷണം ഉടൻ തന്നെ DIG ശ്രീലേഖ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു. അത് പ്രകാരം മധ്യമേഖല DIG ശ്രീലേഖ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ളതുകൊണ്ട് അവർക്കാണ് ഈ കത്ത് ഹൈക്കോടതി രജിസ്ട്രാർ കൈമാറിയത്. ഹൈക്കോടതി കത്ത് അവർക്ക് കൈമാറി അതിനുശേഷം ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടായി. ഈ സമയത്താണ് ക്രൈമിന് ഈ കത്തിൻ്റെ കോപ്പി കിട്ടുന്നത്. DIG ശ്രീലേഖയുടെ ഫയലിൽ നിന്ന്, ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഫയലിൽ നിന്ന് ഈ DIG ശ്രീലേഖയിലെ ഓഫീസിലെ ഒരാൾ, എന്നെ അറിയുന്ന ഒരാൾ ക്രൈമിൻ്റെ ഓഫീസിലേക്ക്, കോഴിക്കോട് ഓഫീസിലേക്ക് കത്ത് അയച്ചു തരുന്നത്. ഈ കത്ത് കിട്ടുന്ന സന്ദർഭത്തിൽ തന്നെയാണ് എന്നെ സാവി, സ്റ്റാർഡസ്റ്റ്, സൊസൈറ്റി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ കേരളത്തിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് രാജശേഖർ നായർ എന്നെ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു കത്ത് കിട്ടിയിട്ടാണ് എനിക്കും കിട്ടിയത്. ഞാൻ DIG ശ്രീലേഖയെ കണ്ടിരുന്നു. ഇതുമായി അന്വേഷണത്തെ ബന്ധപ്പെട്ട് അവരുടെ ഓഫീസിൽ പോയപ്പോഴാണ് ഇങ്ങനെയൊരു കത്തിന് ഞാൻ വായിക്കുന്നത്. ഞാൻ നോട്ട് ചെയ്തു. അതിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അറിയിച്ചത്. ആ കത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു? അത് ഞെട്ടിക്കുന്നതാണ്. ആ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന അതിൽ കോടിയേരി ബാലകൃഷ്ണൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലായിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ തുടർ പരമ്പര തീർച്ചയായും എല്ലാവരും കാണണം. കാരണം എങ്ങനെയാണ് വാളയാർ സെക്സ് റാക്കറ്റ് കേസ് അട്ടിമറിച്ചത്, ഇപ്പോൾ CBI അട്ടിമറിച്ചത്, ഇതേപോലെ കവിയൂർ കേസും അട്ടിമറിച്ചതാണ്. അതിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നടത്തിയ പോരാട്ടം തീർച്ചയായും ഓരോ മലയാളിയും കാണേണ്ടതാണ്. ഇപ്പോഴും ആ പോരാട്ടം തുടരുകയാണ്. ഇതിൻ്റെ 1ാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇതിൽ ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യമാണ്. ആ കത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.